എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വേഴം ആയ ഗ്രഹം മാറിയിരിക്കുകയാണ് അല്ലേ? എല്ലാവർക്കും അറിയാം. പല പല യൂട്യൂബിലും പല പല ജ്യോത്സ്യന്മാർ തിരുമേനിമാർ പറഞ്ഞ് പേടിപ്പിക്കാറുമൊക്കെ ഉണ്ട്. വേഴം മാറി, നല്ല കാര്യം. അപ്പോൾ വേഴം മാറിയെന്ന് വെച്ചിട്ട് ചില നക്ഷത്രക്കാർക്ക് നല്ല ഫലം, ചില നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങളായിട്ട് വരും. അതായത് ആ വേഴത്തിൻ്റെ നിൽപ്പനുസരിച്ച്. അപ്പോൾ വേഴം ഗ്രഹം ജ്യോതിഷ വിധിപ്രകാരം ആ ഒരു ഗ്രഹം അടുത്ത രാശിയിലേക്ക് മാറി അല്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, അപ്പോൾ ചില ആൾക്കാർക്കൊരു പേടിയുണ്ട്, വേഴം മാറിയോണ്ട് ഞാൻ ചിലപ്പോൾ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ എൻ്റെ ദോഷങ്ങൾ മാറും, ഇല്ലെങ്കിൽ എനിക്ക് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഞാനൊരു കാര്യം ഭക്തജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, നമ്മൾ ആരെയാണ് വിളിക്കുന്നത്? ഈശ്വരനെ അല്ലേ? അപ്പോൾ ചില ഭക്തജനങ്ങൾക്ക് പ്രത്യേകതരമായിട്ടുള്ള രീതിയിൽ ഉപാസനകൾ കാണും, ഉപാസന മൂർത്തികൾ കാണും അല്ലേ? ഇപ്പോൾ ഞങ്ങൾ പാരമ്പര്യമായിട്ട് സുബ്രഹ്മണ്യനെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ വേഴം മാറിയാലും എന്ത് ദോഷം ഉണ്ടെങ്കിലും ഞാൻ വിചാരിക്കുന്നത് എനിക്ക് എൻ്റെ സുബ്രഹ്മണ്യ ഭഗവാൻ മാറ്റി തരിയെങ്കിൽ തന്നാൽ മതി, എനിക്ക് മാറണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വസിക്കുന്ന ഏത് മൂർത്തിയാണോ അല്ലെങ്കിൽ ഏത് ഈശ്വര സങ്കല്പത്തെയാണോ ആ ഒരു ഈശ്വരന് അടിയുറച്ച് വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രശ്നങ്ങൾ ആ ഈശ്വരന് മാത്രം ആ ഈശ്വരൻ്റെ അടുത്ത് മാത്രം നമ്മുടെ കാര്യങ്ങൾ പറയുക. എല്ലാ ക്ഷേത്രങ്ങളും ഓടിയടന്ന് വഴിപാടുകൾ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വിശ്വാസ രീതിയിലുള്ള ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്യാം. അപ്പോൾ വേഴം മാറിയിട്ട് ദോഷവശങ്ങളുള്ള നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ, ആദ്യം തന്നെ നിങ്ങളുടെ ഉപാസനമൂർത്തി, അതായത് ഉപാസനമൂർത്തിയെ ബലപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യുക, ഉപാസനമൂർത്തിയെ വിശ്വസിക്കുക. ഒപ്പം തന്നെ വേഴത്തിൻ്റെ ദോഷകാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ കയറി ഉണ്ടെങ്കിൽ, മനസ്സിനകത്ത് വേഴം മാറി, എൻ്റെ സമയം ശരിയില്ല, അങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന ഭക്തജനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ദോഷങ്ങൾ മാറുക. ഇല്ലെങ്കിൽ വാഴഭഗവാന് കരിക്കുകൊണ്ട് അഭിഷേകമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന ദോഷകാര്യങ്ങളൊക്കെ എന്താ പറയുക മാറി പോകുന്നതാണ്. കൂടുതലായിട്ടുള്ള ഹോമങ്ങളോ വഴിപാടുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഒപ്പം തന്നെ വേഴഭഗവാന് കരിക്കിന് കൊണ്ട് അഭിഷേകം ചെയ്യുക. ഈ ലളിതമായ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട്, ഒപ്പം നമ്മുടെ ഭക്തിയും വിശ്വാസം കൊണ്ട് നമ്മുടെ വേഴം ആയി വരുന്ന ഗ്രഹത്തിൽ വരുന്ന നെഗറ്റീവ്, അതായത് ആ ഗ്രഹത്തിൻ്റെ ദോഷങ്ങൾ മാറി നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനൊക്കെ ഉള്ള നമ്മുടെ മനസ്സിന് ഉണ്ടാകുന്നതായിരിക്കും. അപ്പം തന്നെ ഉപാസനമൂർത്തി വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാർ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അവർക്ക് അവരവരുടെ ഉപാസന ബലം ഉണ്ട്, ഇല്ലെങ്കിൽ ആ ഉപാസനമൂർത്തി മാറ്റിത്തരുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഗ്രഹങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പം നമ്മൾ ഏത് ഈശ്വരനാണോ വിശ്വസിക്കുന്നത്, ഏത് ഉപാസനമൂർത്തിയാണ്, ആ ഉപാസനമൂർത്തിയോടെ നമ്മൾ മുന്നോട്ട് പോവുക. എല്ലാവരും പറയുന്ന വീഡിയോകളൊക്കെ കേട്ട് ഭക്തജനങ്ങൾ പേടിക്കാതിരിക്കുക. ഇപ്പം ഞാൻ തന്നെ ഒത്തിരി വീഡിയോസ് ഉണ്ട്, വേഴം മാറുമ്പോൾ നിങ്ങൾക്ക് നല്ലത്. അപ്പം അങ്ങനെ ചില ആൾക്കാർ ഇതിപ്പുണ്ട്, അത് വേഴം മാറി ഞാൻ പൈസ സമ്പന്നൻ, അങ്ങനെ ഒരിക്കലും വേഴം മാറിയെന്ന് വെച്ച് സാമ്പത്തികം വരത്തില്ല. സാമ്പത്തികം വരണമെങ്കിൽ നമ്മൾ ജോലിക്ക് പോകണം. ജോലിക്ക് പോകുമ്പം നമ്മൾ എന്ത് ചെയ്യണം? സാമ്പത്തികം കിട്ടും, സാമ്പത്തിക ലാഭം കിട്ടും, ഒപ്പം തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം കൂടെ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർമ്മം ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് സാമ്പത്തിക കാര്യങ്ങളാക്കി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ വേഴം മാറുമെന്ന് വെച്ച് പണിക്ക് പോകാതിരുന്ന പൈസ ഒരിക്കലും വരത്തില്ല. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ടി വിയിലൊക്കെ ആസ്ട്രോ വാച്ച് എന്നൊക്കെ പറഞ്ഞൊരു വാച്ച് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മി കുബേര, അത് വീട്ടിൽ വെച്ചാൽ പണം വരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, നമ്മൾ ഇതൊക്കെ മേടിച്ച് വെച്ചിട്ട് നമ്മൾ പണിക്ക് പോകാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ പൈസ വരത്തില്ല. അതേസമയം നമ്മൾ ഇതൊക്കെ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പണിക്ക് പോകുമ്പോൾ നമുക്ക് സാമ്പത്തിക ലാഭങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് സാമ്പത്തിക നഷ്ടം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈശ്വരൻ്റെ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ശ്രീയന്ത്രം വെച്ചാൽ വീട്ടിൽ ഐശ്വര്യം വരും, സമ്പത്തുണ്ടാവും. പക്ഷെ നമ്മൾ പണിക്ക് നോക്കിയാൽ മാത്രമേ ആ ഒരു എന്താ പറയുക കാര്യം നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ ഗ്രഹം മാറിയെന്ന് വെച്ചിട്ട് ഭക്തജനങ്ങൾ പേടിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ലളിതമായ വഴിപാടുകൾ ചെയ്യുക. പിന്നെ ഉപാസനമൂർത്തിയെ വിളിക്കുന്ന ഭക്തജനങ്ങൾ അവരവരുടെ ഉപാസനമൂർത്തിയെ തന്നെ വിളിച്ച് ശരണം പ്രാപിക്കുക. അപ്പോൾ വേഴത്തിൽ നിന്ന് യാതൊരു ദോഷങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. മറ്റുള്ള വീഡിയോസൊക്കെ കണ്ട് പേടിച്ചിരിക്കേണ്ട ഭക്തജനങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർ ചെയ്യേണ്ട മാത്രം വ്യാഴാഴ്ച പോയി വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, വേഴഭഗവാന് കരിക്ക് കൊണ്ട് അഭിഷേകം നടത്തുക, ഒപ്പം തന്നെ വിളക്ക് വെക്കുമ്പോൾ നമ്മുടെ ദോഷങ്ങളൊക്കെ ഈശ്വരനോട് പറഞ്ഞ് നമ്മൾ സമർപ്പിക്കുക. നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതായത് പാവപ്പെട്ട വ്യക്തികളെ പണം കൊണ്ട് സഹായിക്കാതെ അവരുടെ ആവശ്യം പറഞ്ഞ് സഹായിക്കണം. പണം കൊണ്ട് സഹായിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് വിലയില്ലാതെ വരും. നമ്മൾ ശത്രുദോഷങ്ങളൊക്കെ വരുത്തി വെക്കാതിരിക്കുക. നമ്മുടെ നാവ് നല്ലതായിരിക്കണം. നമ്മൾ ശത്രുദോഷം കൂടുതൽ വരുന്ന ചില ആൾക്കാർ എടുത്തു ചാടി പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാതിരിക്കുക. ഒപ്പം തന്നെ
നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക, ഈശ്വര കാര്യത്തിലൂടെ മുന്നോട്ട് പോകണം. ഒപ്പം തന്നെ നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ഈശ്വര അനുഗ്രഹങ്ങളും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതാകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാത്തിലും വിജയിക്കാൻ പറ്റും. ഇപ്പോൾ വേഴഗ്രഹം മാറി എന്ന് വെച്ചിട്ട് ഭക്തജനങ്ങൾ പേടിക്കേണ്ട ഒരു യാതൊരു കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന പോലെ, നിത്യം ചെയ്യുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈശ്വര അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകും. എല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ്. അപ്പോൾ എന്തെങ്കിലും ദോഷങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ വഴിപാടുകൾ കാര്യങ്ങൾ ചെറിയ രീതിയിൽ ചെയ്താൽ മതി. ബാക്കി ഭക്തജനങ്ങളുടെ വിശ്വാസവും ഭക്തി പോലെ കാര്യങ്ങളൊക്കെ ഇരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്. നമസ്കാരം.